മാതാ അമൃതാനന്ദമയി വേൾഡ് അറിയപ്പെടുന്ന അമ്മയാണ്. അമ്മയ്ക്കൊരു സ്പിരിച്വൽ ഉണ്ട്. അമ്മ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് ഈക്വാലിറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ സ്പിരിച്വൽ പേഴ്സൺ ആണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് കണ്ടു നിൽക്കുന്ന നമുക്കാണോ വേദന? കണ്ടു നിൽക്കുന്നവർക്ക് വേദനിക്കാം. ഞാനും നീയും ഒന്നും വേറെ വേറെ അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുക, അതും കഴിഞ്ഞിട്ടുള്ള ഒരു തലമാണ് സത്യത്തിൽ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഈ ടൈമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിലോട്ട് തന്നെ ഈ കണ്ടകശിനിയെന്നും ഇല്ലെങ്കിൽ ഈ 2 വർഷം നിനക്ക് പ്രശ്നമാണ്, 7.5 വർഷം പ്രശ്നമാണെന്ന് പറയുമ്പോൾ അത് ടൈമല്ല, അപ്പോൾ സമയമല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ബാധിക്കും. പക്ഷെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ ഇത് അത്ര അഗാധമായിട്ട് ബാധിക്കില്ല. കാരണം അവർക്ക് അവരുടെ ഓറ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ കണ്ണി കൊള്ളാളത് പുരുകത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെയൊക്കെ കുറേയൊക്കെ തട്ടിപ്പോവും. പ്രാർത്ഥന, വിശ്വാസം, ഇതൊക്കെ കുറേയൊക്കെ അവരെ ശക്തിപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നേരെ തന്നെയാണ്. അതുപോലെ ഇപ്പോൾ 7.5 ശനി, കണ്ടകശനി, അതൊക്കെ ഉണ്ട്. ആൾക്കാർ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ. ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കാരണം 7.5 ശനി ആയിരുന്നു, അത് ഞാൻ അനുഭവിച്ച് തീർത്തു എന്നൊക്കെ ഓരോരുത്തർ അനുഭവിച്ച് പറയുന്നില്ലേ. അപ്പൊ അവരുടെ അനുഭവത്തിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. എനിക്ക് ഇല്ലാത്തൊരു കാര്യം ആർക്കും ഇല്ലാന്ന് ഞാൻ പറയാൻ പാടില്ലല്ലോ. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് 7.5 ശനി അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. സെയിം ടൈം എനിക്ക് 7.5 ശനി ആയിരുന്നിരിക്കാം. അപ്പോൾ എൻ്റെ മെഡിറ്റേഷൻ്റെ ഫലം കൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ടോ വിശ്വാസം കൊണ്ടോ എന്തുകൊണ്ടോ എന്നെ അത് അത്രത്തോളം ബാധിച്ചില്ല. അപ്പോൾ ബാധിക്കാത്ത ഞാൻ അപ്പം നീ ഇരുന്ന് അഭിനയിക്കുകയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ആകാം. മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമുക്കൊരു ഓറ പ്രൊട്ടക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പറ്റും. അതിന് ഒന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മനസ്സോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. എല്ലാവർക്കും കൂടിയിട്ട് ഒരൊറ്റ മനസ്സാണുള്ളത്. അതായത് യൂട്യൂബ് പോലെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, യൂട്യൂബ് പോലെ. യൂട്യൂബിൽ നമ്മളൊരു സംഭവം സെർച്ച് ചെയ്യുന്നു, ആ സെർച്ച് ചെയ്യുന്ന സംഭവമല്ലേ നമുക്ക് കാണാൻ പറ്റുക. അപ്പം നമ്മൾ അതുപോലെ നമ്മുടെ ഹോമിൽ കയറി നോക്കിയാലോ നമ്മൾ ഏകദേശം സെർച്ച് ചെയ്ത സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും വന്നു കിടക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെയാണ് ഈ മനസ്സ്. നമ്മൾ എന്താണോ അതിൽ അന്വേഷിക്കുന്നത് അതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ റെഗുലറായിട്ട് ഏതെങ്കിലും ഒരു ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായും അതിലേക്ക് നമ്മൾ ചെന്ന് പ്രാപിക്കും. പിന്നെ വേറൊരു കാര്യം, ഈശ്വരൻ തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. ഈ അമ്പലത്തിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അങ്ങനെയല്ല സത്യത്തിൽ ഈശ്വരൻ. പ്രഹ്ലാദന്റെ കഥ അറിയാലോ. തൂണിൽ നിന്റെ ദൈവം എവിടെ ഇരിക്കുന്നു, ഈ തൂണിലുണ്ടോ? ഉണ്ട്. അങ്ങനെ അദ്ദേഹം ഗത കൊണ്ട് അടിക്കുമ്പോൾ തൂണ് പിളർന്ന് നരസിംഹമൂർത്തി വെളിച്ചാടി അദ്ദേഹത്തിനെ കൊല്ലുന്നു എന്നാണ്. അപ്പൊ അതോടുകൂടിയാണ് നമുക്ക് തൂണിലും തുരുമ്പിലും മണ്ണിലും വെണ്ണിലും എല്ലായിടത്തും ഉണ്ട്, പാട്ട് വരെ ഉണ്ട്. അങ്ങനെയല്ല, ഈശ്വരനിലാണ് ഇതെല്ലാം ഉള്ളത്. ഇപ്പൊ രണ്ടിന്റെയും അർത്ഥം ഒന്നായിരിക്കും. മനസ്സിലായി. എനിക്കൊരു സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണോ അന്നുള്ള ആൾക്കാർ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പറയും. അതായത് ഈശ്വരനിലാണ് ഇതെല്ലാം ഉള്ളത് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എവിടെ ഈഗോ? ഈശ്വരനെ സ്പെസിഫൈ ചെയ്ത് തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, അമ്പലത്തിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ബെഡ്റൂമിൽ ഈശ്വരൻ്റെ ഫോട്ടോ വെക്കാൻ പറ്റില്ല. എന്താ? ഈശ്വരൻ അവിടെ ഉണ്ടാവാൻ പാടില്ല. എന്താ, ഈശ്വരൻ അവിടെ ഇല്ലേ? അപ്പൊ എന്താ ഫോട്ടോ വെച്ചാല് ഒരു കുഴപ്പമില്ല. അത് റിയാലിറ്റി മനസ്സിലാക്കിയ ഒരാൾ വെച്ചാൽ കുഴപ്പമില്ല. അതിനെ ഭയപ്പെട്ടുകൊണ്ട് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരും. നെഗറ്റീവ് അല്ലേ? ഈ ചിലർ പറയും ഈ കന്നിമൂലയില് അതൊക്കെ ഉണ്ട്, ബെഡ്റൂം പാടില്ല ഉണ്ട്. വാസ്തുവിലൊന്നും ഞാൻ അതിനൊന്നും അഗെയിൻസ്റ്റ് അല്ല. ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വാസ്തു കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു മനുഷ്യന്റെ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വരുന്ന ആദ്യത്തെ പടികളാണ്. ആദ്യം വരുന്ന ഒരു കുഞ്ഞു വിശ്വാസം, കുഞ്ഞു പ്രാർത്ഥനകൾ, അതിൽ നിന്ന് പിന്നെ വരുന്ന നമ്മളുടെ ട്രസ്റ്റ്, പിന്നെ അതും വളർന്ന് പൂജകൾ, വഴിപാടുകൾ, പ്രാർത്ഥനകൾ, അതിൽ നിന്നും വളർന്ന് മാനിഫെസ്റ്റ് ചെയ്യുക, ഹീൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് ഞാനും നീയും ഒന്നും വേറെ വേറെ അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുക, അതും കഴിഞ്ഞിട്ടുള്ള ഒരു തലമാണ് സത്യത്തിൽ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അവിടേക്ക് എത്തുമ്പോഴാണ് നമ്മൾ പിന്നെ വരുന്നത് അറിയോ, നമുക്ക് ആരുടെ മുമ്പിൽ ചെന്ന് നിന്ന് അഭിനയിക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമുക്ക് അവരെ കാണുമ്പോൾ വേറെ ആരെങ്കിലും ആയിട്ട് തോന്നില്ല.
മനസ്സിലായി. നമ്മൾ നമ്മുടെ വീട്ടിൽ അമ്മയുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറയും, അങ്ങനെ തന്നെ അവരോട് ശരിക്കും വർത്താനം പറയും. ചിലപ്പോൾ സ്പിരിച്വൽ ഗുരു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കണൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ വെറുതെയാണ്. അങ്ങനെയൊന്നും വരില്ല. നമുക്കൊരാളോട് അങ്ങനെ തോന്നില്ല മസിൽ പിടിക്കാനൊന്നും. അതായത് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ വന്നാൽ അവർക്കൊരു പ്രത്യേക പരിഗണന, ഒരു കഷ്ടപ്പെട്ടൊരു പാവം പിടിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് മാറ്റി നിർത്താൻ തോന്നുക, അങ്ങനെയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ നമ്മളോട് ആരാണോ മാനസികമായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് അവരോടായിരിക്കും ഒരു വല്ലാത്തൊരു മമതയും സ്നേഹം ഉണ്ടാവുക. തീർച്ചയായും. ഈ മാതാ അമൃതാനന്ദമയി വേൾഡ് അറിയപ്പെടുന്ന അമ്മയാണ് അല്ലേ, എല്ലാവരുടെയും അമ്മ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അമ്മയ്ക്കൊരു സ്പിരിച്വൽ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, അമ്മേനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് ഞാൻ അമ്മയെ എങ്ങനെയാണെന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് മുന്നിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നൊന്നും ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല. പക്ഷേ അമ്മ ചെയ്യുന്നൊരു പ്രവൃത്തി കൊണ്ട് ഈക്വാലിറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ സ്പിരിച്വൽ പേഴ്സൺ ആണ്. ഈക്വാലിറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഈ പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ്, അതാണ് ഞാൻ അമ്മയുടെ കാര്യം ചോദിക്കാൻ കാരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു കുറേ പേർക്ക് ദാരിദ്ര്യമാണ്, ഒരുപാട് പേരുടെ കയ്യിൽ അവർ നല്ല ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ ഇവിടെ കൊണ്ടുപോയിട്ട് കുറേ ഡൊണേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. ആ കൊടുക്കുന്ന സമയത്ത് ആ ഡൊണേഷൻ എടുത്തിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് സർവീസ് ചെയ്തിട്ട് ഈക്വാലിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സ്പിരിച്വലാണ്. ഞാൻ അമ്മയുടെ ഒരു പഴയ ചരിത്രം, ആവുന്ന സമയത്ത് കടൽ തീരത്തായിരുന്നു താമസം. അപ്പോൾ ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വൈബ്രേഷൻ വരും. അന്ന് കണ്ടവരെല്ലാം പറഞ്ഞെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് എന്തോ ഭ്രാന്താണ്, മനസ്സിലായോ, എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവരന്ന് അനുഭവിച്ച വേദന ഇത് വെളിയിൽ പറയാൻ പറ്റാത്ത വേദനയായിരുന്നു. അത് ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ വേറൊരാൾ എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ അവരനുഭവിക്കുന്ന വേദനയുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. വേദനിക്കില്ല, സീരിയസ്ലി വേദനിക്കില്ല. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടു നിൽക്കുന്ന നമുക്കാണോ വേദന? കണ്ടു നിൽക്കുന്നവർക്ക് വേദനിക്കാതെ കാര്യം അത് അന്ന് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു എനർജി ഉള്ളതുകൊണ്ട് അത് അവരിത് കാണിക്കുന്നു, പക്ഷേ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഇത് എല്ലാവരും, പക്ഷെ അത് അവരെ അലട്ടില്ല. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ അത് അലട്ടില്ല. ഇല്ലില്ല. എങ്ങനെയാ സ്പിരിച്വാലിറ്റി അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു വല്ലാത്തൊരു അനുഭൂതിയിലാണ്. ആ അനുഭൂതിയിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവർ എന്ത് കാണിച്ചാലും അത് അവരെ അലട്ടില്ല. അവർക്ക് വിവരമില്ലാണ്ട് കാണിക്കാന്നേ തോന്നുള്ളൂ കാണുന്നവർക്ക്. നാരായണത്ത് ഭ്രാന്ത് എപ്പോഴെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടാ? നാരായണത്ത് ഭ്രാന്ത് ഹാപ്പി ആയിരുന്നു. ഈ കാണുന്ന നമുക്കാണ് പ്രശ്നം. ആ പുള്ളിക്ക് ഭ്രാന്താണെന്ന് പറയുന്നവർക്കാണ് പ്രശ്നം, അല്ലാണ്ട് ആൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ടൈപ്പ് ഓഫ് വേദന ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനത്തെ മറ്റൊരു ലോകത്താണ് അല്ലേ. മറ്റൊരാൾ ഇപ്പം നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അത് ബാധിക്കുന്നത്? മറ്റൊരാൾ നമ്മൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് തോന്നിയാലല്ലേ നമ്മളെ ബാധിക്കുക. തീർച്ചയായും. ഇപ്പോൾ ചില യോഗികളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ മുൻജന്മത്തിൽ വേശ്യയായിരുന്നു, അല്ലെങ്കിൽ രാജാവായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5ാം ക്ലാസ് വരെ ഇതായിരുന്നു, 10ാം ക്ലാസ് വരെ ഇതായിരുന്നു, 15 വയസ്സായപ്പോൾ എനിക്ക് കുറച്ച് ബോധം വന്നു, 30 വയസ്സായപ്പോൾ ഞാൻ നല്ല മെച്ചുവേർഡായി. അപ്പോൾ ആ ഒരു പ്രായത്തിൽ കാണിച്ച കാര്യങ്ങളൊന്നും നമ്മൾ ആ പ്രായത്തിൽ കാണിക്കില്ലല്ലോ. അതുപോലെ നമ്മുടെ സോളിന് മെച്യൂരിറ്റി വരും. ആ മെച്യൂരിറ്റി വന്നാണ് നമ്മളിപ്പോൾ ഇപ്പം എൻ്റെ സോളൊക്കെ ചിലപ്പോൾ നല്ല പ്രായം ചെന്നൊരു സോളായിരിക്കും, ആയിരിക്കും. അപ്പോൾ അതിനത്രയും പ്രായം വരുമ്പോഴാണ് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ ഇതിന് മുൻജന്മങ്ങളിലോ അതിൻ്റെ മുമ്പും ഒത്തിരി മുമ്പൊക്കെ നമ്മൾ എന്ത് അവസ്ഥയിലായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളെങ്ങനെ വേറൊരാളുടെ കുറ്റം ചൂണ്ടിക്കാട്ടി അവരെ ബ്ലെയിം ചെയ്യുക? നമ്മൾ ഓൾറെഡി ഇത് കടന്നു വന്നിട്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. തീർച്ചയായും. അപ്പം നമ്മളെങ്ങനെ ബ്ലെയിം ചെയ്യും? അപ്പോൾ നമ്മൾ ആരെങ്കിലും ബ്ലെയിം ചെയ്താൽ നമുക്ക് എങ്ങനെ അത് വിഷമാവും? ഒരിക്കലും റിയാലിറ്റി മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധിക്കില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. മനുഷ്യനല്ലേ, മനുഷ്യൻ്റെ എല്ലാ ഇമോഷൻസും നമുക്കുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഡിസ്കംഫർട്ട് ഉണ്ടാവും, അതിൻ്റെ പുറത്തൊരു സങ്കടം വരും. പക്ഷെ നമുക്ക് തിരിച്ചറിവുള്ളതുകൊണ്ട് നമ്മളപ്പം തന്നെ നമ്മളെ തന്നെ അങ്ങ് ഹീൽ ചെയ്യും. അയ്യോ ഇതിങ്ങനെയല്ലേ, അതുകൊണ്ടല്ലേ ഇതിങ്ങനെ ആയത്, അത് കാര്യമില്ല, സാരമില്ല, പോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും.